ഏപ്രിൽ 4 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ഇസിഡോർ, വിശുദ്ധ അഗാത്തോ പോഡസ്, വിശുദ്ധ ബെനഡിക്ട്, വിശുദ്ധ തെയോഡൂളുസ്, വിശുദ്ധ ഗ്വേർ, വിശുദ്ധ ഗുറീർ, വിശുദ്ധ ഹിൽഡബർട്ട്. വിശുദ്ധ ഇസിഡോർ 560-636 കാലഘട്ടത്തിലാണ് വിശുദ്ധ ഇസിഡോർ ജീവിച്ചിരുന്നത്. സ്പാനിഷ് സംസ്കാരത്തിന്റെ ഒരു പ്രധാന പ്രതിനിധിയും തികഞ്ഞൊരു ചരിത്രകാരനും സമുന്നതനായ ഒരു പണ്ഡിതനായിരുന്നു വേദപാരംഗതനായ സെവിയയിലെ ഇസിഡോർ. തേവേരിയന്റെയും തെയോഡോറയുടെയും മകനായി ഇസിഡോർ ജനിച്ചു. 2 സഹോദരന്മാർ ലയാണ്ടറും ഫുൾജൻസിയൂസും പുണ്യവാന്മാരാണ്. സഹോദരി ഫ്ലോറന്റീന പുണ്യവതിയുമാണ്. ഈ സഹോദരി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കത്തോലിക്ക വിശ്വാസം എന്ന ഗ്രന്ഥം ഇസിഡോർ എഴുതിയത്. യഹൂദ ജനങ്ങളുടെ ആക്ഷേപങ്ങൾക്ക് ഉത്തരം പറയുവാൻ ആവശ്യമുള്ളിടത്തോളം വിശുദ്ധ ഗ്രന്ഥവാക്യങ്ങൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം നിരത്തി വെച്ചിട്ടുണ്ട്. 600-ൽ തന്റെ സഹോദരൻ ലയാൻഡറിന്റെ പിൻഗാമിയായി ഇസിഡോർ സെവീൻ മെത്രാപ്പൊലിത്ത സ്ഥാനം വഹിക്കാൻ തുടങ്ങി. 40 വർഷത്തോളം പ്രസ്തുത സ്ഥാനം അദ്ദേഹം അലങ്കരിച്ചു. മരിക്കാറായപ്പോൾ തന്റെ സമ്പാദ്യമെല്ലാം ദരിദ്രർക്ക് ഭാഗിച്ചു കൊടുത്തു. നെറ്റിയിൽ ചാരം പൂശി അദ്ദേഹം ദൈവത്തോട് മാപ്പപേക്ഷിച്ചു. അനന്തരം അദ്ദേഹം പറഞ്ഞു: നിങ്ങളോട് ആരുടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പരസ്നേഹത്തിന്റെ ഡോക്ടറാണ് ഇസിഡോർ എന്ന് നമുക്ക് പറയാൻ കഴിയും. അത്ഭുതകരമായി പണ്ഡിതനായ അദ്ദേഹത്തെ ചിലപ്പോൾ മധ്യകാലഘട്ടത്തിലെ സ്കൂൾ മാസ്റ്റർ എന്ന് വിളിച്ചിരുന്നു. കാരണം അദ്ദേഹം എഴുതിയ വിജ്ഞാനകോശം 9 നൂറ്റാണ്ടുകളായി ഒരു പാഠപുസ്തകമായി ഉപയോഗിച്ചിരുന്നു. എല്ലാ രൂപതകളിലും സെമിനാരികൾ നിർമ്മിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മതപരമായ ക്രമങ്ങൾക്കായി ഒരു നിയമം എഴുതി. എല്ലാ പഠനശാഖകളും പഠിപ്പിക്കുന്ന സ്കൂളുകൾ സ്ഥാപിച്ചു. സൃഷ്ടിയിൽ തുടങ്ങി ഒരു നിഘണ്ടു, ഒരു വിജ്ഞാനകോശം, ഗോതുകളുടെ ചരിത്രം, ലോകചരിത്രം എന്നിവയുൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ ഇസിഡോർ എഴുതി. സ്പെയിനിലെ ടോളിഡോയിൽ ഇപ്പോഴും ഉപയോഗത്തിലുള്ള മെസറാബിക് ആരാധനാക്രമം അദ്ദേഹം പൂർത്തിയാക്കി. ഈ കാരണങ്ങളാൽ ഇന്റർനെറ്റിന്റെ രക്ഷാധികാരിയായിട്ടും ഇസിഡോറിനെ തിരുസഭ കണക്കാക്കുന്നുണ്ട്. വിവിധ വയലുകളിൽ നിന്ന് പുഷ്പങ്ങൾ ശേഖരിക്കുന്നത് പോലെ സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നല്ല ഭാഗങ്ങൾ ചേർത്തെഴുതിയാണ് വാക്യങ്ങൾ അഥവാ സെന്റൻസസ് എന്ന അദ്ദേഹത്തിന്റെ പ്രധാന ഗ്രന്ഥം ഉള്ളത്. പ്രാരംഭങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ കൃതി ഒരു ജ്ഞാനകോശം തന്നെയാണ്. ലൗകികവും മതാത്മകവുമായ വിഷയങ്ങൾ തമ്മിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സന്യാസികൾക്ക് വേണ്ടി അദ്ദേഹം എഴുതിയുണ്ടാക്കിയ നിയമാവലി അതിവിശിഷ്ടമാണ്. പണ്ഡിതനായ ഇസിഡോറിന്റെ പ്രതിഭയിൽ നിന്ന് ഉയരെടുത്ത പ്രസംഗങ്ങളിൽ അദ്ദേഹത്തിന്റെ എളിമയും ദൈവസ്നേഹവും ലയിച്ചു ചേർന്ന് കഴിയുമ്പോൾ ശ്രോതാക്കളുടെ ഹൃദയം തരളിതമാകാറുണ്ട്. ആര്യൻ പാഷണ്ഡികളുടെ നേതാവായിരുന്ന റിക്കാർഡോ രാജകുമാരനെ മാനസാന്തരപ്പെടുത്തിയത് ഇസിഡോറാണ്. ജീവാപായം അവഗണിച്ച് അദ്ദേഹം ആര്യൻ പാഷണ്ഡതയെ സ്പെയിനിൽ നിന്ന് തുരത്തി. ഒരു അധ്യാപകൻ, ഒരു ഭരണാധികാരി, ഒരു പരിഷ്കർത്താവ് എന്ന നിലകളിൽ അദ്ദേഹം സ്വന്തം രൂപതയിൽ മാത്രമല്ല സ്പെയിനിൽ മുഴുവനും അയൽരാജ്യങ്ങളിലും അധ്വാനിച്ചു. 636 ഏപ്രിൽ 4 76-ാമത്തെ വയസ്സിൽ ഇസിഡോർ മരിച്ചു. 16 കൊല്ലം തികയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ സഭാവേദപാരംഗതൻ എന്ന് പ്രഖ്യാപിച്ചു. ഇന്നേ ദിവസം വിശുദ്ധ ഇസിഡോറിന്റെ തന്നെ വാക്യങ്ങൾ നമുക്ക് വിചിന്തനം ചെയ്യാം. ജോലി ചെയ്യുമ്പോഴും പാടുക, അധ്വാനിക്കുമ്പോഴും ദൈവസ്തുതി അതരങ്ങളിലുണ്ടായിരിക്കട്ടെ. ദൈവസ്വരത്തിനെതിരായ മനുഷ്യപ്രകൃതിയുടെയോ മിത്രങ്ങളുടെയോ ഉപദേശങ്ങൾ ശ്രവിക്കാതിരിക്കുക. വിശുദ്ധനായ ഇസിഡോറെ, എല്ലാ തിരുസഭാ അധികാരികൾക്കും വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു.